നമസ്കാരം. ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ഇന്ന് ഉച്ചയ്ക്ക് കേരളത്തിലെത്തുന്നു. ഇന്നലെ തമിഴ്നാട്ടിലായിരുന്ന പ്രധാനമന്ത്രി ഇന്ന് ഉച്ചയോടുകൂടി കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തും. അവിടെ നിന്ന് തൃശ്ശൂരിലെ കുട്ടനെല്ലൂർ കോളേജ് ഗ്രൗണ്ടിലേക്ക് അദ്ദേഹം ഹെലികോപ്റ്റർ വഴി എത്തുന്നു. തുടർന്ന് നായക്കനാൽ ഭാഗത്തേക്ക് അദ്ദേഹം 1 കിലോമീറ്റർ ദൂരം റോഡ് ഷോയായി പോകുന്നു. അവിടെ നിന്നും സമ്മേളന വേദിയിലേക്ക് എത്തും എന്നുള്ളതാണ് ഇതുവരെയും പ്രധാനമന്ത്രിയുടെ യാത്രാ വിവരങ്ങൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗാർഡുകൾ തൃശ്ശൂരും പരിസര പ്രദേശങ്ങളും കൈയടക്കിയിരിക്കുന്നു എന്നുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കൂടാതെ പ്രധാനമന്ത്രിയുടെ സുരക്ഷയ്ക്കായി സംസ്ഥാനത്തെ 3000 പോലീസിനെയും വിവിധ ഭാഗങ്ങളിലായി വിന്യസിച്ചു കഴിഞ്ഞിരിക്കുന്നു. പ്രധാനമന്ത്രി എത്തുന്ന കുട്ടനെല്ലൂർ കോളേജ് ഗ്രൗണ്ടിലും പ്രധാനമന്ത്രി സഞ്ചരിക്കുന്ന നഗരവീഥികളിലും പ്രധാനമന്ത്രിയുടെ വേദിയായ തേക്കിൻകാട് മൈതാനത്തിലുമെല്ലാം ഇപ്പോൾ കേരള പോലീസിന്റെ സുരക്ഷാ ഭടന്മാരെ വിന്യസിച്ചു കഴിഞ്ഞു എന്നു തന്നെയാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. നഗരത്തിലും നഗരത്തിന് പുറത്തും ഗതാഗത നിയന്ത്രണങ്ങൾ ഉൾപ്പെടെയുള്ള നിയന്ത്രണങ്ങൾ പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നു. പൊതുജനങ്ങളുടെ വാഹനങ്ങൾ ഒരു കാരണവശാലും പ്രധാനമന്ത്രിയുടെ സഞ്ചാരപഥങ്ങളിലേക്കോ പ്രധാനമന്ത്രിയുടെ പൊതുയോഗ സമ്മേളന സ്ഥലങ്ങളിലേക്കോ കടത്തിവിടില്ല എന്നുള്ളത് നേരത്തെ തന്നെ അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. തൃശൂർ നഗരം മിക്കവാറും സുരക്ഷാ സൈനികരുടെ പിടിയിലമർന്നു കഴിഞ്ഞിരിക്കുന്നു. സാധാരണക്കാരോട് കൃത്യമായി തന്നെ അറിയിപ്പ് നൽകിയിരിക്കുന്നു. അത്യാവശ്യം അല്ലാതെയുള്ള സ്വകാര്യ വാഹനങ്ങളുമായി ഒരു കാരണവശാലും നിരത്തിലേക്ക് ഇറങ്ങരുത് എന്ന് തന്നെയാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. പൊതുഗതാഗത വകുപ്പ് നിയന്ത്രിച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമേ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പാടുള്ളൂ. അതിനപ്പുറത്തേക്കുള്ള സഞ്ചാരങ്ങളും പോലീസ് വിലക്കിയിട്ടുണ്ട്. എന്തായാലും അതീവ സുരക്ഷയിലേക്കാണ് പ്രധാനമന്ത്രി പറന്നിറങ്ങുന്നത് എന്നുള്ളത് ഏറെ എടുത്തു പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ലോക നേതാക്കളിൽ 1ാം സ്ഥാനക്കാരൻ എന്നറിയപ്പെടുന്ന നരേന്ദ്രമോദിക്ക് പല ഭാഗങ്ങളിൽ നിന്നും ഭീകര സംഘടന ഉൾപ്പെടെയുള്ള ആളുകളിൽ നിന്നും സുരക്ഷാ ഭീഷണിയുള്ളതിനാൽ അതീവ സുരക്ഷ തന്നെയാണ് തൃശ്ശൂരിൽ ഒരുക്കിയിരിക്കുന്നത്. കേരളത്തിലെത്തുന്ന പ്രധാനമന്ത്രി ഇന്ന് 19,500 കോടി രൂപയുടെ വിവിധ പദ്ധതികൾ പ്രഖ്യാപിക്കും എന്നുള്ളതാണ് അറിയപ്പെടുന്നത്. കേരളത്തിന് മറക്കാനാവാത്ത ചില പദ്ധതികൾ അദ്ദേഹം ഇന്ന് നടപ്പിൽ വരുത്തും അല്ലെങ്കിൽ പ്രഖ്യാപിക്കും എന്ന് തന്നെയാണ് അറിയുന്നത്. ഇന്ന് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, തൃശ്ശൂരിൽ 2 ലക്ഷം സ്ത്രീകൾ സംബന്ധിക്കുന്ന നാരി ശക്തി സംഗമത്തിൽ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കേരളത്തിൽ തൃശ്ശൂർ അടക്കമുള്ള 8 ജില്ലകളിൽ നിന്നുള്ള വനിതകളാണ് പ്രധാനമന്ത്രിയുടെ നാരി ശക്തി സംഗമത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി എത്തിച്ചേരുന്നത് എന്നാണ് സംഘാടകർ അറിയിച്ചിട്ടുള്ളത്. പ്രധാനമന്ത്രി എത്തുന്ന കുട്ടനെല്ലൂർ കോളേജ് ഗ്രൗണ്ടിലും തൃശൂർ ജില്ലാ ആശുപത്രിക്കരികിലും പ്രധാനമന്ത്രിക്ക് സ്വീകരണം ഒരുക്കുവാനാണ് കേരള BJP ഘടകത്തിന്റെ തീരുമാനം. ചില മതമേലധ്യക്ഷന്മാർ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് അനുമതി ചോദിച്ചിട്ടുണ്ടെങ്കിലും ഈ സമയം വരെയും അനുമതി കൊടുത്തിട്ടില്ല. ഇനി അനുമതി കൊടുക്കുകയാണെങ്കിൽ തന്നെ അവർക്ക് പ്രധാനമന്ത്രിയുടെ പൊതുവേദിക്കരികിൽ എവിടെയെങ്കിലും അതിനുള്ള സൗകര്യം കൊടുക്കും എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. ഇതുവരെയും അതിന്റെ സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പ്രേക്ഷകരുമായി ഞങ്ങൾക്ക് പങ്കുവയ്ക്കാനുള്ളത്. എന്നാൽ പ്രധാനമന്ത്രി എത്തുന്ന ഈ ചടങ്ങിൽ സുരേഷ് ഗോപി സംബന്ധിക്കും എന്നുള്ളത് നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയായിരുന്നു. തൃശ്ശൂരിൽ സുരേഷ് ഗോപി 2024 ലോക്സഭാ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. തൃശ്ശൂരിൽ നിന്നും സുരേഷ് ഗോപിയെ ഏത് വിധേനയും ജയിപ്പിക്കുക എന്നൊരു ഉദ്ദേശം കൂടി പ്രധാനമന്ത്രിയുടെ ഈ വരവിനുണ്ട്. അതെന്ത് തന്നെയായാലും പ്രധാനമന്ത്രി എത്തുന്നതിന് മുമ്പേ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം പുറത്തിറങ്ങുന്നതിന് മുൻപ് ആരൊക്കെ എവിടെയൊക്കെ സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്നുള്ള വിശദാംശങ്ങൾ വ്യക്തമാകുന്നതിന് മുമ്പ് തന്നെ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ ചുമരെഴുത്തുകൾ തുടങ്ങി എന്നുള്ളത് ഏറെ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. പ്രധാനമന്ത്രി സഞ്ചരിക്കുന്ന തെരുവോരങ്ങളിലെല്ലാം മിക്കവാറും സുരേഷ് ഗോപിയുടെ ചുമരെഴുത്തുകൾ നിരന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ്. സുരേഷ് ഗോപിയെ ഏത് വിധേനയും ജയിപ്പിക്കുക, BJPയുടെ സ്ഥാനാർത്ഥിയായി പാർലമെന്റിൽ കൊണ്ടുപോവുക എന്നുള്ളത് പ്രധാനമന്ത്രിയുടെയും കേന്ദ്രമന്ത്രി അമിത്ഷായുടെയും താല്പര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി ഇപ്പോൾ തൃശ്ശൂരിൽ സജീവമായി നിലനിൽക്കുന്നു. സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ തന്ത്രങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. തൃശ്ശൂരിലെത്തുമ്പോൾ സുരേഷ് ഗോപിയുടെ 2024 പൊതു തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പരിപാടി കൂടിയായിരിക്കും ഉദ്ഘാടനം ചെയ്യപ്പെടുക എന്നുകൂടി പറയപ്പെടുന്നു. എന്തു തന്നെയായാലും ഇന്ന് നരേന്ദ്രമോദിക്കൊപ്പം സുരേഷ് ഗോപി വേദി പങ്കിടുന്നു. ഇതിൽ എടുത്തു പറയേണ്ട ഏറ്റവും വലിയ പ്രത്യേകത, കേരളത്തിലെ പ്രമുഖരായ പല വനിതകളും പ്രധാനമന്ത്രിക്കൊപ്പം ഇന്ന് വേദിയിൽ സന്നിഹിതരാകും എന്നുള്ളത് തന്നെയാണ്. ഇന്ന് പ്രധാനമന്ത്രിക്കൊപ്പം നാരി ശക്തി സംഗമത്തിൽ പങ്കെടുക്കുന്നത് നടി ശോഭന, കേരളത്തിലെ അറിയപ്പെടുന്ന വനിതാ സംരംഭകയായ ബീന കണ്ണൻ, ഉമാ പ്രേമൻ, ഇന്ത്യൻ ക്രിക്കറ്റ് വനിതാ ക്യാപ്റ്റനായ മിന്നുമണി എന്നിവരും പ്രധാനമന്ത്രിയോടൊപ്പം വേദി പങ്കിടുന്നു എന്നുള്ളത് തന്നെയാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം.
എന്നാൽ ഇവരെല്ലാവരും തന്നെ, മേലെ പറഞ്ഞ പേരുകാരെല്ലാവരും തന്നെ അവരവരുടെ മേഖലയിൽ പ്രാഗൽഭ്യം തെളിയിച്ച ആളുകളാണ്, കഴിവുകൾ തെളിയിച്ച ആളുകൾ തന്നെയാണ്. പക്ഷേ ഇങ്ങനെ യാതൊരു തരത്തിലും ഒരു സെലിബ്രിറ്റി ഇമേജ് ഇല്ലാത്ത ഒരാളെ കൂടി പ്രധാനമന്ത്രിയുടെ നാരി ശക്തി സംഗമത്തിലേക്ക് വിളിച്ചിരിക്കുന്നു, ക്ഷണിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറെ ചർച്ചയാക്കപ്പെട്ടിരിക്കുന്ന വിഷയം. അതായത് അടിമാലിയിൽ പിച്ചച്ചട്ടിയുമായി തെണ്ടാനിറങ്ങിയ മറിയക്കുട്ടി എന്ന വയോവൃദ്ധയെ കേരളീയർ മറന്നിട്ടുണ്ടാകില്ല എന്ന് വിശ്വസിക്കുന്നു. തനിക്ക് കിട്ടാനുള്ള ക്ഷേമ പെൻഷൻ മുടങ്ങിയതിനാൽ പട്ടിണിയായിരിക്കുന്നു, കഞ്ഞി കുടിക്കാൻ നിവൃത്തിയില്ലാത്തതിന്റെ പേരിൽ താൻ പിച്ചച്ചട്ടിയുമായി ഭിക്ഷയ്ക്കിറങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മൺചട്ടിയുമായി മറിയക്കുട്ടി ഭിക്ഷയ്ക്കിറങ്ങുന്ന രംഗം ഇന്നും ആർക്കും മറക്കാനായിട്ടില്ല. തുടർന്ന് കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിൽ മറിയക്കുട്ടി തന്റേതായ അഭിപ്രായ പ്രകടനങ്ങൾ കൊണ്ട് കേരളീയരെ ഞെട്ടിക്കുകയുണ്ടായി. ഈ മറിയക്കുട്ടിയെക്കുറിച്ച് കേട്ടറിഞ്ഞ പ്രധാനമന്ത്രി താൻ നാരി ശക്തി സംഗമത്തിൽ സംബന്ധിക്കുമ്പോൾ തീർച്ചയായും മറിയക്കുട്ടി തൻ്റെ ഒപ്പം വേദിയിൽ ഉണ്ടായിരിക്കണം എന്ന് സംഘാടകരെ അറിയിക്കുകയായിരുന്നു. പ്രധാനമന്ത്രിയുടെ പ്രത്യേക താല്പര്യപ്രകാരം തന്നെയാണ്, പ്രത്യേക ക്ഷണപ്രകാരം തന്നെയാണ് മറിയക്കുട്ടിയെ നാരി ശക്തി സംഗമത്തിലേക്ക് പങ്കെടുപ്പിക്കുന്നത് എന്നറിയുമ്പോൾ അത് കേരളത്തിലെ വനിതകൾക്ക് എല്ലാവർക്കും കിട്ടുന്ന ഒരു വലിയ അംഗീകാരമാണ് എന്ന് തന്നെയാണ് സംഘാടകർ വിശേഷിപ്പിക്കുന്നത്. വലുതും ചെറുതുമായ ഓരോരോ തൊഴിലിടങ്ങളിൽ അല്ലെങ്കിൽ ഓരോരോ മേഖലകളിൽ വ്യക്തിപ്രഭാവം തെളിയിച്ച ആളുകളെ മാത്രമല്ല, സാധാരണക്കാരായ ആളുകളെ കൂടി, സ്ത്രീകളെ കൂടി പ്രധാനമന്ത്രിയുടെ ഈ നാരി ശക്തി സംഗമത്തിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു എന്നുള്ളതിനാൽ തന്നെ ഇത് ഒരു കാരണവശാലും ഉപരിപ്ലവമായ ഒരു പരിപാടിയല്ല എന്ന് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാണ് കേരളത്തിലെ BJP രാഷ്ട്രീയ നേതൃത്വം തുറന്നു പറയുന്നത്. കേരളത്തിലെ സ്ത്രീജനങ്ങളും ഇത് തന്നെ പറയുന്നു. വലിയവനെന്നോ ചെറിയവനെന്നോ അല്ലെങ്കിൽ സെലിബ്രിറ്റി ഇമേജ് ഉള്ളവരെന്നോ ഇല്ലാത്തവരെന്നുള്ള ഭേദം കൂടാതെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്ന വേദിയിൽ പ്രധാനമന്ത്രിക്കൊപ്പം വേദി പങ്കിടുവാൻ വലിപ്പ ചെറുപ്പങ്ങളില്ലാതെ കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിവിധ സ്ത്രീരത്നങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. അതിൽ ഒരാൾ തന്നെയാണ് മറിയക്കുട്ടി എന്നറിയുന്നതിൽ വളരെ സന്തോഷം എന്ന് തന്നെയാണ് കേരളത്തിലെ ആബാലവൃദ്ധ സ്ത്രീജനങ്ങളും ഇപ്പോൾ എടുത്തു പറയുന്നത്. എന്തായാലും പ്രധാനമന്ത്രിയുടെ തൃശ്ശൂരിലെ ഈ സന്ദർശനത്തിൽ മറിയക്കുട്ടിക്ക് കിട്ടിയിരിക്കുന്ന ഈ അംഗീകാരം കേരളത്തിലെ എല്ലാ വിഭാഗം സ്ത്രീജനങ്ങൾക്കും കിട്ടിയിട്ടുള്ള ഒരു അംഗീകാരം തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പലരും നിരീക്ഷിക്കുന്നത്. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് പ്രധാനമന്ത്രി നാരി ശക്തി സംഗമത്തിൽ പങ്കെടുക്കുന്നു. അതിനുശേഷം പ്രധാനമന്ത്രി 5:30 ദില്ലിക്ക് തിരിച്ചു പോകും എന്നുള്ളതാണ് ഇതുവരെ അറിയുന്നത്. എന്തായാലും തൃശ്ശൂരും പരിസര പ്രദേശങ്ങളും കനത്ത സുരക്ഷാ ബന്ദോബസ്തിൽ തന്നെയാണ്. തൃശ്ശൂരിൽ ഇന്ന് പൊതു അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു. എല്ലാവരും ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയെ കാണുവാൻ വേണ്ടി തൃശ്ശൂരിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് ഇപ്പോൾ നാം കാണുന്നത്.